കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് ജില്ലയിലെ ശിരുവാണി ഡാമിലേക്കായിരുന്നു ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് യാത്ര പുറപ്പെട്ടത്. കഴിഞ്ഞ മാസമാണ് അവിടേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടേക്കുള്ള പ്രവേശന നിരക്കുകളും അതുപോലെ തന്നെ അതിലേക്ക് പ്രവേശിക്കാവുന്ന സമയങ്ങളൊക്കെ അവിടെ ആദ്യത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് അവിടുത്തെ ശിരുവാണി എൻട്രൻസ്, ശിരുവാണി ഡാമിലേക്ക് കയറി പോകാനുള്ള ഫോറസ്റ്റിൻ്റെ എൻട്രൻസ്. അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം അകത്തേക്ക് ചെല്ലാൻ. അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫസ്റ്റ് അതിൻ്റെ ഓഫീസിന് മുമ്പിലുള്ള ഒരു ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് വീഡിയോയിൽ തന്നെ ആദ്യം കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. ആ ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഈ റോഡായിരിക്കും വരിക. എതിരെ ഒരു വാഹനം വന്നാൽ വളരെയധികം ബുദ്ധിമുട്ടി പോകുന്ന തരത്തിൽ ചെറിയ ഇടുങ്ങിയൊരു വഴി, ടാറിങ് ഒന്നുമില്ല, വളരെ ശ്രദ്ധയോടുകൂടി അതുപോലെ തന്നെ ക്ലിയറൻസ് ഉള്ള വണ്ടികൾക്ക് മാത്രം പോകാൻ സാധിക്കാവുന്ന തരത്തിലുള്ള റോഡ്. ഞങ്ങൾ 2:30-ക്കായിരുന്നു കേട്ടോ അതിനകത്ത് കയറിയത്. അങ്ങനെ രാവിലെ 9:30-ക്കും അതുപോലെ തന്നെ 12:30 പിന്നെ 2:30 ഇങ്ങനെ 3 സമയങ്ങളിലേക്ക് ആയിട്ടാണ് അവരകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് നല്ലൊരു ഹെയർ പിൻ ബെൻഡാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അവിടെ ഓടിച്ചിട്ട് പോവാൻ. ഇത് കഴിഞ്ഞ പിന്നെ അടിപൊളി റോഡാ. കാട്ടിന് നടുവിലൂടെ നല്ല ടാർ ചെയ്ത റോഡുണ്ട്. വാഹന തിരക്കുകളൊന്നുമില്ല. എതിരെ വാഹനങ്ങൾ വരുന്ന ഒരു പ്രശ്നവുമില്ല. മൃഗങ്ങളെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ സാധിക്കും. പക്ഷെ വഴി നീളെ ആനപ്പിണ്ടം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തോന്നും ചുരുങ്ങിയ ഒരു 10-500 ആനയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ആനനെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ക്വാർട്ടേഴ്സുകളും മറ്റും ഇടയ്ക്കുണ്ട്. ഇതാണ് ശിരുവാണി ഡാമിന്റെ എൻട്രൻസ്. റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിങ്ങിലൊക്കെ പോലീസുകാരുടെ ഹെഡ് പോസ്റ്റുകളൊക്കെ ഉണ്ട്. 2 സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. ഇവിടെ വണ്ടി നിർത്തും. നമ്മൾ ആദ്യം ഡാമിനെ കുറിച്ചൊക്കെ ഒരു വാച്ചർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. മൂപ്പര് ഇതെല്ലാം കാണിച്ചു തരും. ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഡാമിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ വാർത്തകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇതുവരെ ആ ഡാം ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഡാമിന് ഷട്ടറില്ല. ഈ ഡാമിലുള്ള വെള്ളത്തിന് മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയാണ്. ആകെ ഉപയോഗിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം നമ്മുടെ അട്ടപ്പാടിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഓവർഫ്ലോയിൽ വരുന്ന വെള്ളം മാത്രമാണ് അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം. ഈ പോകുന്ന പുഴ അട്ടപ്പാടിയിലേക്കാ. നമ്മുടെ ഡാമിന്റെ താഴ്ഭാഗത്താണിത്. ലോകത്തിൽ തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളങ്ങളിലെ 2ാമത്തെ സ്ഥാനം അത് നമ്മുടെ ഈ ശിരുവാണി ഡാമിലെ വെള്ളത്തിനാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? യോഗം നമുക്കില്ലല്ലോ ഉപയോഗിക്കാൻ. അത് മുഴുവൻ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടുകാരാ. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, ശിരുവാണിയിലെ വെള്ളം താൽക്കാലിക ചെറിയ യന്ത്ര തകരാറ് മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആളിയാറിൽ നിന്നുള്ള വെള്ളം നമുക്ക് മര്യാദയ്ക്ക് തരാത്തത് കൊണ്ട് തിരിച്ചൊരു പണി കൊടുത്തതാണ് ശിരുവാണിയിലെ വെള്ളം നൽകാതെ എന്നാണ് മാതൃഭൂമിയിൽ ഞാൻ വായിച്ചത്. ഈ റോഡ് കാണുന്നില്ല, ഈ റോഡ് വന്നിട്ട് പാട്ടിയാർ ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട്. ഉന്നതമായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബംഗ്ലാവിൽ താമസിക്കാറുണ്ട്. പിന്നെ റോഡ് തുടർന്നു. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആ ഒരു പൈപ്പ് കാണാൻ സാധിക്കും. പക്ഷെ അവിടേക്ക് നമ്മളെ കൊണ്ടുപോയില്ല. ശരിക്കും കാടിന്റെ ഭംഗി, കാടിന്റെ നടുവിലൂടെ യാത്ര ചെയ്ത് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ധൈര്യത്തിൽ നിങ്ങൾക്ക് കയറാം. അത്ര മനോഹരമായിരിക്കും. ഇത് കേരളമേട് ചെക്ക് പോസ്റ്റ് ആണ്. അതായത് തമിഴ്നാട് കേരള ബോർഡറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. വാഹനം നിർത്തിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ 2 കുന്ന് കയറി കഴിഞ്ഞാൽ ഒരു കേരളമേട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വേണ്ടട്ടാ
നമ്മളിപ്പോൾ എവിടെ പോണ്? കേരളമേട്. കേരളമേട് എന്ന് പറഞ്ഞിട്ട് ശിരുവാണിൻ്റെ ഒരു സ്ഥലമുണ്ട്, ഒരു കുന്നിന് മുകളിൽ. നമ്മൾ അവിടേക്കാ പോണു. കളിച്ചോ? ആ കേരളമേട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഇഷാ യോഗ അത് കാണാൻ പറ്റും. കോയമ്പത്തൂർ ടൗൺ കാണാൻ സാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ചെറിയ കോടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. പോയിന്റ് ഉണ്ടല്ലേ, ചേച്ചിയല്ല, നേരെ ബാക്കിലുള്ളൊരു കുന്നിന് മുകളിൽ, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലാണ് കാണാൻ സാധിക്കുക. ഞങ്ങളവിടെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. തിരികെ ഏകദേശം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ താഴെ പാലക്കയത്തിന് തൊട്ട് മുകളിലുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ സമയം 6 മണിയായിരുന്നു. എന്തായാലും യാത്ര അതിമനോഹരമായിരുന്നു. ഓർത്തു വെക്കാനുള്ള ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചിട്ടുണ്ട്. യാത്ര പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം, അത്ര മനോഹരമാണ്. മിസ് ചെയ്യണ്ട. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടാ.